നമ്മളോട് ചോദിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ്. ഇടുക്കിയാണ് അതിന്റെ ഉത്തരം. 780 മെഗാവാൾട്ടാണ് അതിന്റെ കപ്പാസിറ്റി. അത് പെരിയാർ നദിയിലാണ് ഉള്ളതെന്ന് കൂടി ആലോചിക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ ബി ശബരിഗിരി എന്ന് പറയുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. അത് പത്തനംതിട്ട ജില്ലയിലുമാണ്. അതുപോലെ തന്നെ അതിന്റെ നദി പമ്പയുമാണ്. ഓപ്ഷൻ ഡി പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 1940 അത് പണി കഴിപ്പിക്കുന്നത്. അതിന്റെ നദി മുതിരപ്പുഴയാണ്. മുതിരപ്പുഴ എന്ന് വെച്ചാൽ പെരിയാറിന്റെ ഒരു പോഷക നദിയും കൂടിയാണ്. കക്കയം കോഴിക്കോട് ജില്ലയിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത് KCB സ്ഥാപിതമായ വർഷം 1957 മാർച്ച് 31. ഈ 57 തിരിച്ചിട്ട് നമുക്ക് 75 കിട്ടില്ല. അതായത് 1975 ഇടുക്കി ഡാം പൂർത്തിയാക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഈ കാനഡയുടെ സഹായത്തോടു കൂടിയാണ് ഇടുക്കി ഡാം പൂർത്തിയാക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആർച്ച് ഡാം കൂടിയാണ് ഇടുക്കി ഡാം. നമ്മൾ പറഞ്ഞിരുന്നു പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ചെങ്കുളമാണ്. ഇത് രണ്ടിന്റെയും നദി എന്ന് പറയുന്നത് മുതിരപ്പുഴയാണ് ഇടുക്കി ജില്ലയിൽ തന്നെ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മണിയാറാണ്. അത് പത്തനംതിട്ട ജില്ലയിലാണ് ഉള്ളത്. ജനപങ്കാളിത്തത്തോടുകൂടി നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻമല്ലം. അത് തൂതപ്പുഴയിലും അതിന്റെ ജില്ല പാലക്കാടുമാണ്. പാലക്കാട് ജില്ലയ്ക്ക് മറ്റു രണ്ട് പ്രത്യേകതകളും കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം വരുന്നത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്ന് പറയും. പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും ആദ്യമായി സമ്പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല പാലക്കാടാണ്. നഗരം ചോദിച്ചാൽ തിരുവനന്തപുരമായിട്ട്. കേരളത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. നദി ചോദിക്കുകയാണെങ്കിൽ പെരിയാറായിട്ട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. അത് കോഴിക്കോട് ജില്ലയിലാണ്. 1972 സ്ഥാപിതമാവുന്നത്.